ഇപ്പൊ എക്സാം എല്ലാം കഴിഞ്ഞു. ഇപ്പം കുട്ടികളെല്ലാവരും ഇപ്പൊ അവധിക്ക് വീട്ടിലിരിക്കുന്ന ടൈമാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു മാസത്തില് കുറെ കുട്ടികളുടെ സ്ട്രെസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡന്റ് പറയുവാണെങ്കിൽ, കഴിഞ്ഞ ഒരു മാത്സ് എക്സാമിന്, അത് മോഡൽ എക്സാം നടക്കും സ്കൂളിൽ. അപ്പോൾ ആ ടൈമിൽ ഒരു കുട്ടിയുടെ പേരന്റ് എന്നെ വിളിച്ചിട്ട് ഇപ്പൊ രാത്രിയിൽ എന്നെ വിളിക്കുന്നത് രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ്. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരുന്ന സമയം അമ്മ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ആ സാറേ മോക്ക് ഇതുപോലെ അവള് കട്ടിലിന്റെ അടുത്ത്, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പൊ അവള് കാണുന്നുണ്ടാവും, ഇത് കട്ടിലിന്റെ അവിടെ ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, അവൾക്ക് ഭയങ്കര ടെൻഷനാണ്, അവൾക്ക് പഠിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ചു വന്നപ്പോ ഇതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, മാത്സിന്റെ എക്സാമിന്റെ മാർക്ക് എന്തോ വന്നെന്നോ, അത് A+ഓളം പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിക്ക് A എത്തിപ്പോയി, A ആയിപ്പോയി, ഇത്രയേ ഉള്ളൂ പ്രശ്നം. അപ്പൊ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാല്, വീട്ടിൽ ചെന്നാൽ വീട്ടിൽ നിന്ന് അമ്മ എന്ത് പറയും. അപ്പൊ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഞാൻ ഇവരോട് ഒന്നും പറഞ്ഞില്ല, എനിക്കറിയാം കുഞ്ഞ് എന്തെങ്കിലും പ്രശ്നം പറ്റി, എന്തെങ്കിലും ഇതായി പോയി, പോട്ടെ, അവൾക്ക് കുഴപ്പമില്ല, ഞാനാണോ അവരുടെ അമ്മയ്ക്ക് അറിയാമല്ലോ അവൾ പഠിച്ചോണ്ടിരിക്കുന്നത്, എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ ഇവള് പറഞ്ഞതൊക്കെയാ, ക്ലാസ്സിൽ ചെന്നാൽ കൂട്ടുകാരെന്ത് വിചാരിക്കും, ഇത്രയും നാൾ ഞാൻ കിട്ടിക്കൊണ്ടിരുന്നു, ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല, ഇനി ഇതുപോലെ ആയിരിക്കുമോ എന്റെ മെയിൻ എക്സാം, ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഫിയർ. പിന്നെ സ്കൂളിൽ ചെന്നാൽ ടീച്ചർമാർ എങ്ങനെ എടുക്കും, അവിടുത്തെ കൂട്ടുകാരെ ഞാൻ വെറും ഇതാന്ന് വിചാരിക്കില്ലേ, ഇങ്ങനെയൊക്കെയാണ് ആ കൊച്ചിന്റെ പ്രശ്നം. എന്നിട്ട് ഈ കൊച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ ടെൻഷൻ അടിച്ചിരിക്കും, ഇതല്ല, ഇതങ്ങ് ഫുൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയി ബുദ്ധിമുട്ട്. അപ്പൊ അന്ന് ക്ലാസ്സിനോട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ ഇന്നും പറഞ്ഞു, ഇതാ പ്രശ്നം, ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത ദിവസം വരാതിരിക്കരുത്, അടുത്ത ദിവസം വിളിച്ചിട്ടോ വന്നു പറഞ്ഞു. അടുത്ത ദിവസം ക്ലാസ്സിന് വന്നിട്ട് ക്ലാസ്സിൽ കയറി. അപ്പൊ ഞാൻ അന്നേരം ഒന്നും ചോദിച്ചൊന്നുമില്ല. അപ്പൊ എന്നെ കണ്ടപ്പോ ഇങ്ങനെ ഞാൻ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു കയറി എല്ലാം സംസാരിച്ചു. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എന്നെ കണ്ടിട്ടേ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈക്കോഡോൺ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുകളിൽ ചെന്നാലും നല്ല അത്യാവശ്യം സൺസെറ്റ് കാണാൻ പറ്റും. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബാ നമുക്കൊരു മേളിൽ നടന്നിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് നടന്നു. മേളിൽ ചെന്നിട്ട് സൺസെറ്റ് കാണാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നിർത്തി. എന്നിട്ട് കൊള്ളാം. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പെട്ടെന്ന് ഞാൻ ഡൗൺ ആയി പോയി, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. റിയലൈസ് ചെയ്തു. ഇപ്പൊ എന്നിട്ട് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് സംസാരിക്കാൻ ഇപ്പോഴും മുഖത്ത് നോക്കുന്നില്ല. ഞാനിത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി, മാർക്ക് പറഞ്ഞു, സാറിനെ പറ്റി എന്ന് വിചാരിക്കും, ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല. എന്നിട്ട് കരയുക, ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനല്ല സാർ, അത് പ്രശ്നമാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് വിട്ടേക്ക്, ഈ ഒരു എക്സാം ഇപ്പൊ നമ്മൾ എക്സാം എഴുതിയിട്ടല്ലേ പോയെ. എത്രയോ ആൾക്കാർ എക്സാം എഴുതാൻ പറ്റാതെ, സ്കൂളിലും പോകാൻ പറ്റാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എടാ എക്സാം എഴുതിയിട്ട് തോറ്റാലങ്ങ് പോട്ടെ, എടാ അത് ഇത് A+A ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ആളങ്ങ് ഡൗൺ ആയി പോയി. എക്സാം എഴുതിയിട്ടല്ലേ കിട്ടിയേ, എക്സാം എഴുതാതെ ഉമ്മ നടന്നിട്ട് പോയിരുന്നെങ്കിൽ പോട്ടെ, അത് ഇനി പഠിക്കാതെ ഇരുന്നിട്ടാലും പോട്ടെ. ഇപ്പൊ ഈ കരയുന്നു എന്നുള്ളതിനൊരു റീസൺ നമ്മൾ പഠിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു സാറ് അവൾക്ക് ഇപ്പോ ചിലപ്പോ സാറിനെ ഫേസ് ചെയ്യുക, അതായത് അവളിൽ ഒരു പ്രതീക്ഷ, അവള് തന്നെ ഒരു ഇമേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നു, എന്റെ ആ ഇമേജിന് ഒരു എന്ത് പറ്റും, ഒരു ഇമേജ് കോൺഷ്യസ് ആയിരിക്കാം ചിലപ്പോ. അപ്പൊ അതിൽ നിന്ന് മാറുമ്പോൾ ഒരു ഫിയറിൽ നിന്ന് വരുന്ന ഒരു അവസ്ഥയല്ല. അപ്പൊ നമുക്കതൊരു സ്ട്രെസ്സാന്ന് പറയാം. തീർച്ചയായിട്ടും അത് കുട്ടി സ്ട്രെസ്ഡ് ഔട്ട് ആയതാണ് അല്ലെ. അതായത് നമുക്ക് ജീവിതത്തിൽ ഒരു ചലഞ്ച് വരുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നു, നാച്ചുറലി റിയാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താ സമ്മർദ്ദം എന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം സാറ് പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാ, ഒരാള് ഒരു ഗുഡ് ലിസണർ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാനായിട്ട് പറയാം. ഇപ്പം സാറ് പറഞ്ഞ പോലെ എന്താണ്, സാറ് ചെന്ന് അവളോട് സംസാരിച്ചു അല്ലെ. അപ്പം സംസാരിച്ചോണ്ടിരിക്കുക, ഇതെല്ലാം കഴിഞ്ഞപ്പം സാർ എനിക്ക് ഇത്രയും സംസാരിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ ഞാൻ ഓക്കെ, ഇനി ഞാൻ ഓക്കെ, എനിക്ക് ഇതൊന്ന് ഇത്രയൊന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഓക്കെ, ഇനി ഞാൻ ഒരു ക്ലാസ്സും കളയത്തില്ല, എനിക്ക് ഇതിനെ പിന്നെ ആലോചിക്കത്ത്, ഞാൻ വീട്ടിൽ അമ്മയോട് സംസാരിക്കാം. എന്താ പറയാ, ഇപ്പം ഫ്രണ്ട്സിന്റെ മുമ്പിലുള്ള ഇമേജ്, അതായത് ഞാനൊരു സ്റ്റുഡിയസ് ഗേൾ ആണ്, അത് പെട്ടെന്ന് മാറി എന്നൊക്കെ ആയിരിക്കാം ചിലപ്പോ ആ കുട്ടിയുടെ ചിന്ത. അപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് ചെല്ലുമ്പോ ഫ്രണ്ട്സ് ചിലപ്പോ ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യണമെന്നില്ല, ചിലപ്പോ A+ എന്നുള്ളത് Aയിലേക്ക് മാറിയെന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയാ ആ പ്രശ്നങ്ങളൊന്നും കാണില്ല, ശ്രദ്ധിക്കത്ത് പോലും. പക്ഷെ അത് ആ കുട്ടിയെ വളരെയധികം എന്താണ് മാനസികമായിട്ട് ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു അത് ഫസ്റ്റ് വൺ പേരൻസ് ഉണ്ടാക്കിയെടുത്തേക്കുന്ന പ്രശ്നങ്ങളാവും. ചിലപ്പോ നീ എപ്പോഴും കൂട്ടുകാരും പറഞ്ഞു എപ്പോഴും നീ മെയിനാണ്, നീ പഠിപ്പിയാണ്, അതുപോലെ നാട്ടുകാരും പറഞ്ഞു വെച്ച് ഇതെല്ലാവരിലും ഇങ്ങനെ ഇൻജക്ട് ചെയ്തോണ്ടേ ഇരിക്കുക, കമ്പയർ ചെയ്യുക കുട്ടികളെ വെച്ചിട്ട്. അപ്പൊ ഒരു കുട്ടി അപ്പുറത്തിരിക്കുന്നു ഇപ്പുറത്തിരിക്കുന്നു, നീ അവളെക്കാട്ടിൽ അടിപൊളിയാ എന്ന് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു ദിവസം വന്നിട്ട് നമ്മളിപ്പോ ഒരു ടീച്ചിങ് പൊസിഷനിൽ നിൽക്കുമ്പോ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എപ്പോഴും എന്താ നമ്മൾ കാണുന്ന ഒരു കാര്യം കമ്പാരിസൺ എന്ന് പറയുന്നത് അല്ലേ. സാർ ആസ് എ ടീച്ചർ സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യാറുണ്ടോ? ഞാൻ കമ്പയർ ചെയ്യാറില്ല. അതായത് ഞാൻ ആകെ എപ്പോഴും കൊടുക്കുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഞാൻ ആകെ ക്ലാസ്സിൽ പറയാറുള്ളത് തന്നെ, എടാ ബാക്കിയുള്ള ഒരാൾ ഒരു മാർക്ക് മേടിക്കുന്നു, നിങ്ങൾ അതിനെക്കാട്ടി കൂടുതൽ മേടിക്കും എന്നും പറഞ്ഞിട്ട് ഇപ്പൊ അവനാകണം എന്ന് ഞാൻ പറയാറില്ല. അവനെക്കാട്ടിൽ ഒരുപടി മുമ്പിലുവാ എപ്പോഴും ഞാൻ അങ്ങനെ പറയാറുണ്ട്. അല്ലാതെ ഞാൻ അവനെ വെച്ചിട്ട് കമ്പയർ, നീ അതുപോലെ പഠിക്കണം, നീ ഇതുപോലെ പഠിക്കണം എന്ന് ഞാൻ പറയാറില്ല. ഓരോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ട് ഞാൻ പറയാതാണ്, നിങ്ങളുടെ ക്ലാസ്സിൽ 10 കുട്ടികൾ ഇരിപ്പുണ്ടാവും,
10 കുട്ടികൾക്കുള്ള ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും 24 മണിക്കൂർ, അല്ലാതെ ഒരുത്തന് 28 മണിക്കൂർ, നിനക്ക് 22 മണിക്കൂറും അങ്ങനല്ല. 24 മണിക്കൂർ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ അവൻ 24 മണിക്കൂർ എങ്ങനെ യൂസ് ചെയ്തുകൊണ്ടാവാം ചിലപ്പോൾ അവന് 100-ൽ 98 മാർക്ക് വന്നത്. നീ നിന്റെ 24 മണിക്കൂർ എങ്ങനെ യൂസ് ചെയ്തു, അതുകൊണ്ടാണ് നീ ചിലപ്പോൾ 100-ൽ 20 ആയി പോയത്. ആ ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് മാത്രം നീ പഠിച്ചാൽ മതി. പക്ഷെ സാറെ നമ്മളിപ്പോ ചില ഫാമിലീസിൽ ചെല്ലുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. കുട്ടികളെ അവരുടെ പേരൻസ് തന്നെ കമ്പയർ ചെയ്യും അവരുടെ ഫ്രണ്ട്സുമായിട്ട്, അല്ലെ? അത് അവരെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഔട്ട് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അല്ലെ? അപ്പൊ അവിടെ നമുക്ക് എന്താണ് ആസ് എ ടീച്ചർ നമുക്ക് എന്ത് ചെയ്യാം? അവരെ പറഞ്ഞ്, അതായത് പേരൻസിനെ നമുക്ക് ഒരു പരിധി വരെ ബോധവൽക്കരിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ നമുക്ക് സാർ ആസ് എ ടീച്ചർ അങ്ങനെ എന്താണ് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റ് എന്ന് അറിയോ? ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ്. ഇത് ഡിപ്പെൻസ് ആണ്. ഇതും ഞാൻ ഇതുപോലെ തന്നെ കുട്ടികളായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ബെൻസൺ സാറും ഞങ്ങളുടെ ഇങ്ങനെ മേളിലേക്കോ. അപ്പൊ അതിന് മുൻപ് ഒരു ക്ലാസ് നടക്കുന്ന ടൈമിൽ കുറച്ച് കുട്ടികൾ ഞാൻ അവരെ വിളിച്ചിട്ട്, അവർക്ക് അന്ന് ക്ലാസ് ഇല്ല, അന്ന് ഈവനിങ് ക്ലാസ് ഇല്ല. അപ്പൊ ഇവരെ ഞാൻ വിളിച്ചിട്ട് നമുക്കൊന്ന് ചുമ്മാ ഇതേപോലെ തന്നെ പിള്ളേർക്ക് നടക്കാൻ പോകുന്ന വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞാൻ ഇതേപോലെ സെയിം സ്പോട്ടിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്? അപ്പോൾ പിള്ളേർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ക്ലാസ് നിന്നിട്ട് സൈൻ തീറ്റ എന്താ, കോസ് തീറ്റ എന്താ, ടാൻ തീറ്റ എന്താ, ഇത് പഠിപ്പിച്ചിട്ട് ഞാൻ അങ്ങ് പോവാണ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുമായിരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ ഒരു പയ്യനോട് അവന്റെ പേര് ആരോ എന്തോ സംതിങ് അവന്റെ പേര്, അപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു ചോദിച്ചു. ഇല്ല, നീ ഇഷ്ടമല്ല. ഇപ്പൊ എന്താ നിങ്ങളുടെ ഇഷ്ടം? എന്നിട്ട് ഞാനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ എന്തിനാ പഠിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? അത് ഞങ്ങൾക്ക് മാർക്ക് വേണം. അതിനപ്പുറം എനിക്ക് പഠിച്ച് നല്ലൊരു ജോലി വേണം. എന്ത് ജോലിയാ വേണ്ടേ അതവനറിയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ജയിച്ചിട്ട് നല്ലൊരു ഇതിലേക്ക് പോകണം. ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും മെയിൻ പ്രശ്നമാണ് അവരെന്തൊക്കെയോ ആകണമെന്ന് ഇപ്പൊ എനിക്ക് പോലും കിട്ടാതെ പോയൊരു കാര്യമുണ്ട്. ഞാൻ എന്തായി തീരണമെന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ല, എൻ്റെ അടുക്ക പറഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ പഠിച്ചാൽ ഇങ്ങനെയൊക്കെ ആവാം എന്ന് പോലും പറയാൻ ആരുമില്ലായിരുന്നു. ഇപ്പൊ കുറെ കരിയർ ഗൈഡൻസുകാരുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്, എല്ലാം ഓക്കെ എന്ന് എൻ്റെ ഒക്കെ പറയാൻ ആരുമില്ലായിരുന്നു. ഇപ്പൊ ഈ കുട്ടികൾക്ക് തന്നെ പല ആഗ്രഹങ്ങളുള്ളവരുണ്ട്. ഒരുത്തൻ പയ്യൻ്റെ പറയണം, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡർ ആവണം, ഇതാണ് അവൻ പറഞ്ഞ കാര്യം. പക്ഷെ അവൻ അതിനെപ്പറ്റി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ കുറെ കൂടെ തിരക്കി, അവൻ അറിയത്തില്ല. ഇനി വേറെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യമുണ്ട്. കുറച്ച് പിള്ളേരുടെ ഒക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവണം, ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല, ഇനി തീരുമാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. സാറ് പറഞ്ഞ പോലെ നമ്മളെ ചിലപ്പോൾ ഡിറക്റ്റ് ചെയ്യാൻ ഒരാളില്ലാത്ത സിറ്റുവേഷൻ സാറ് പറഞ്ഞല്ലേ, അവിടെ ചിലപ്പം സ്ട്രെസ് കുറച്ച് നല്ലതാണെന്ന് നമുക്ക് പറയാം. കാര്യം കുറച്ചൊരു എക്സ്റ്റേണൽ സ്ട്രെസ് വന്നാൽ ചിലപ്പോൾ നമ്മള് നമ്മളുടെ ഒരു പാത്തിലേക്ക് എത്തിപ്പെടാം. അപ്പൊ ആ രീതിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് കൊള്ളാം. പക്ഷെ ഈ സ്ട്രെസ്സും ടെൻഷനും എന്നുള്ള കാര്യം എപ്പോഴും ഒരു ഡൗട്ട് വരുന്നതാണ്, അല്ലെ? എനിക്ക് പണ്ട് എപ്പോഴും ഇപ്പം സ്ട്രെസ് ഔട്ട് ആയാലും ടെൻഷനാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ ആണെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡാ. ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയില്ല. അതായത് നമുക്കിപ്പം ഞാൻ പറഞ്ഞു, സ്ട്രെസ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾക്ക് ചില ചാലഞ്ചസ് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സുഖങ്ങൾ മാത്രമല്ല ചാലഞ്ചസ് വരുമ്പം ആ ചാലഞ്ച് വരുന്ന സമയം നമ്മളുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ് സ്ട്രെസ്. ഇപ്പൊ ഉദാഹരണം സാറ് പറഞ്ഞ പോലെ ആ കുട്ടിക്ക് മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ കുട്ടി എക്സ്പെക്ട് ചെയ്തൊരു മാർക്ക് കിട്ടിയില്ല എന്ന് വന്നപ്പോൾ കുട്ടി സ്ട്രെസ്ഡ് ഔട്ട് ആയി. ആ സമയത്ത് സാറ് സംസാരിച്ചു, അത് മാറി. അപ്പൊ ആ ഒരു സർട്ടൻ ഇൻസിഡന്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആ കുട്ടിക്ക് സ്ട്രെസ് ഇല്ല. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു തലവേദന, അല്ലെങ്കിൽ ഇവിടെ വേദന, അവിടെ വേദന. ഈ വേദനകളെ നമുക്ക് എന്തായിട്ട് പറയാം, ടെൻഷൻ അല്ലെ പിരിമുറുക്കമായിട്ട് പറയാം. ഈ ഒരു ഡിഫറൻസ് തന്നെ കുട്ടികൾ ആദ്യം പഠിച്ചിരിക്കണം. അതിന് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം കുട്ടിക്ക്, അല്ലെ? കുട്ടിയെ പല രീതിക്ക് നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാം. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഞാൻ വിശ്വസിക്കുന്ന ഒരു ടീച്ചർ ബേസിക്കലി ഒരു ഗുഡ് ലിസണർ ആയിരിക്കണം. ഞാൻ ആ കുട്ടിക്ക് ഒരു അഡ്വൈസും കൊടുത്തില്ല. ഞാൻ ഇത്രയേ ഉള്ളൂ, ഞാൻ വന്നിട്ട് ഇങ്ങനെ നിന്നു കാണാം, ഞാനൊന്നും പറയില്ല. ആ കുട്ടി ഇങ്ങനെ എന്നിട്ട് കുറച്ചു നേരം എന്താ പ്രശ്നം, ഇത്രയൊക്കെ ഉള്ളൂ. അത് മൊത്തം ഇങ്ങനെ പറയുവാണ്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇതായിരുന്നു പ്രശ്നം, ഇപ്പൊ ഞാൻ ഓക്കെ. ഇത്ര കുറിച്ച് പറഞ്ഞത് ഒരു ലിസണർ ആയിരിക്കാന്നുള്ള വലിയൊരു കാര്യമാണ്. കാരണം ചില സിറ്റുവേഷൻസിനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും മറ്റൊരാൾ, ഒരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ. അതൊരു ടീച്ചർ ആയിരിക്കാം, പേരന്റ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അവിടെ ഒരു കാര്യമാണ് പേരന്റ്സ് ഉണ്ടാക്കി വെക്കുന്നതാണ് കമ്പയർ ചെയ്യും. നീ ഇവളോട് കൂട്ടുകൂട്ടരുത്, നീ അവനോട് മിണ്ടരുത്, അവൻ നിന്നെക്കാട്ട് നന്നായിട്ട് പഠിക്കും, ഇവനെ. അപ്പം ഇവർക്കുള്ളിൽ തന്നെ മിണ്ടണോ വേണ്ടയോ, അവളെ വേറെ എന്തോ ആണ്, അവൻ വേറെ എന്തോ ആണ് എന്നൊരു ആ ഒരു കമ്പാരിസൺ വലിയൊരു പ്രശ്നം. കമ്പാരിസൺ ഉപരി ചിലപ്പോ അവരവരുടെ മക്കള് ഈ ഒരു ഫേസിൽ കൂടെ പോകുന്നതെന്ന് പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അവരും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇപ്പൊ പറഞ്ഞ ഈ കുട്ടികൾക്ക് ഒരു ഫ്രണ്ട് ആയിട്ട് തന്നെ മാറണം. ഇപ്പൊ ടീച്ചേഴ്സ് മാറുന്ന പോലെ തന്നെ പേരൻസും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം ബേസിക്കലി. എന്നാലേ ഈ ഒരു സ്ട്രെസ്ഡ് ഔട്ട് സിറ്റുവേഷൻസ് അവർക്ക് കൂടെ മനസ്സിലാക്കാനും അതിനെ ഈസി
ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്സ് എടുക്കാനും സാധിക്കുള്ളൂ. പലപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുക, ഈ സംസാരം മാത്രമല്ല, ചിലപ്പോൾ ഒരു പാട്ട് കേട്ടാൽ മാറുന്ന സ്ട്രെസ് കാണാം അല്ലെ, പാട്ട് കേട്ടാൽ മാറുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു ട്രാവലിംഗ് ഇഷ്ടമാണ്. അതെ, ഞാനത് എനിക്ക് ഇപ്പൊ ട്രാവലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് മാറും എന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. കാരണം ഞാൻ ഇതുപോലെ അത്യാവശ്യം ഇപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ ഈ കൊറോണ സ്റ്റാർട്ടായി, ഇതിന്റെ ഇടയ്ക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ടായിരുന്നു. ഒരുപാട് ഈ പറഞ്ഞ അറിയാം, ഭയങ്കര ടെൻഷൻസ് ആയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ എപ്പോഴും വിളിച്ചു നടക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. യു അങ്ങനെ ഞാൻ ആകെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് ഞാൻ ഒരു ബാഗ് പാക്ക് ചെയ്തിട്ട് ഞാനങ്ങ് പോകും. പോയിട്ട് ഒരു നല്ലൊരു ട്രാവൽ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ഓക്കെയാണ്. അതുപോലെ ട്രെയിനിലാവാം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ചുമ്മാ ഒരു കുഞ്ഞൊരു ബാഗ്, എൻ്റെ ഒരു ബാക്ക് പാക്ക് ചെയ്ത് ഞാൻ പോയി കുറച്ച് നേരം ട്രാവൽ. ആ സമയത്ത് ഞാൻ ഫോണൊന്നും അധികം യൂസ് ചെയ്യില്ല, ഫോണിലാൻ മാറ്റേക്കും. അങ്ങനെ ചുമ്മാ ആലോചിച്ചിട്ട് ഒരു യാത്ര പോയിട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ഓക്കെയാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല, പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരും യാത്ര ചെയ്താൽ സ്ട്രെസ് മാറുന്നു. സാർ ബേസിക്കലി ഞാനൊരു ട്രാവലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ എനിക്ക് സ്ട്രെസ് ഔട്ട് ആകുമ്പോൾ ഞാൻ ട്രാവൽ, എല്ലാവരും പറഞ്ഞു ട്രാവൽ ഒരു സൊല്യൂഷൻ ആണ്, എന്നാൽ ട്രാവൽ ചെയ്യാം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ സ്ട്രെസ് മാറണമെന്നില്ല, എനിക്ക് മറ്റു കാര്യങ്ങളായിരിക്കാം ചിലപ്പോ. ഇപ്പോ ബേസിക്കലി സ്ട്രെസ് വരുമ്പോ ചിലവര് ഫുഡ് നന്നായിട്ട് കഴിക്കും, ചിലർ കഴിക്കുകയില്ല. അതുപോലെ ചിലർ നന്നായിട്ട് ഉറങ്ങി കഴിയുമ്പോൾ സ്ട്രെസ് മാറും, ചിലവർക്ക് ഉറക്കമേ വരാത്ത അവസ്ഥ. ഇങ്ങനെ പല രീതിക്കാണ് സ്ട്രെസ് മാറുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്കൊരു തെറാപ്പിസ്റ്റിനെ കാണുന്നതായിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അല്ലാതെ നമ്മളിപ്പോ സംസാരിച്ചത് കൊണ്ടോ പുറത്ത് സിനിമയ്ക്ക് പോയത് കൊണ്ടോ ഒന്നും തന്നെ മാറണം എന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സിനിമ നമ്മളെ അത്യാവശ്യം, പക്ഷെ അതുമുണ്ട് സാർ, ഒരു നമ്മുടെ ജോണർ അനുസരിച്ചിരിക്കും. നമ്മൾ പോയി കാണുന്നത് വളരെ ടെൻഷൻ അനുഭവിപ്പിക്കുന്ന ഒരു സിനിമയാണെങ്കിലോ നമുക്ക് നമ്മുടെ സ്ട്രെസ് റിലീഫ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം ഒന്ന് ഡിപ്പെൻസ് ആണ് അല്ലെ, എല്ലാ കാര്യങ്ങളും എന്താണ് അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാനത് പറഞ്ഞപ്പോ ഒരു കാര്യം പറയാം. ഞാൻ ഈ പോഡ്കാസ്റ്റ് നമ്മൾ കയറുന്നതിന് മുമ്പ് ജോബി എൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ അവര് അനീമെ നല്ല കാണുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ അതിനൊരു അഡിക്റ്റഡ് അല്ല, ഞാൻ ഇവര് പറഞ്ഞു കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജോബി എന്തൊക്കെ പറഞ്ഞതുപോലെ നറൂട്ടോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ജോബിയുടെ സംസാരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രാത്രിയിലൊക്കെ ഈ ഞങ്ങൾ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 മണി 11 മണി കഴിഞ്ഞിട്ടൊക്കെ ചില സമയത്ത് ഇപ്പോഴും അല്ല, ഇപ്പൊ ജോബി എന്നെ വിട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ജോബി എന്തൊക്കെ ഇതുപോലെ പറയുമായിരുന്നു, അവര് വിട്ടു. അതായത് എന്നെ വിളിച്ച് ഇതുപോയിരിക്കും, അനിമ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചാണ്, അങ്ങനെ കാണണം, ഇങ്ങനെ കാണണം. അപ്പോ ഞാൻ ചെയ്ത തെറ്റാണത്. അതിലെ ജോബി പറയുമ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു, ജോബി ഇതിലെന്തോ ഒരു മനുഷ്യരാണോ ഈ സംസാരിച്ച് ചുമ്മാ കുറച്ച് ആൾക്കാരെ വരച്ചു വെച്ചേക്കുന്നത്, ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടില്ല എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പോ ഈ 3D ആനിമേറ്റർ ആണ് ജോബി. അപ്പൊ ജോബി സംസാരിച്ച് ജോബിയോടെ നമ്മൾ 1/2 മണിക്കൂർ സംസാരിക്കണമെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ബാക്കി 20 മിനിറ്റ് ജോബി ആനിമേറ്റർ സംസാരിക്കണം. അപ്പൊ ഇതുപോലെ ജോബി എന്തൊക്കെ പറഞ്ഞാണ്, നറൂട്ടോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പം അത് സ്പോയിലർ ഒന്നും അല്ല കേട്ടോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നറൂട്ടോ എന്ന് പറയുന്ന ക്യാരക്ടർ അവരുടെ നാട്ടില് പറഞ്ഞ പോലെ എല്ലാവരും അവഗണിക്കപ്പെട്ട് ആകെ പ്രശ്നമായിട്ട് ഡൗൺ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടർ. പിന്നെ എന്ത് ചെയ്തു, പയ്യെ ഇതിനെല്ലാം സർവൈവ് ചെയ്ത് കയറി വന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഇതുപോലെ ഞാനിപ്പോ ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വാക്കൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ അത് ഇവർക്ക് ഭയങ്കര ഇവരെ ഇൻസ്പയർ ചെയ്യുന്നു, സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ട് എന്താണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ട് ഈ അനിമെ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഈ നറൂട്ടോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. കാരണം ഇതിൽ ഞാൻ ഇപ്പൊ തിരക്കിയപ്പോ ഒരുപാട് കുട്ടികൾ ഇതിന് ഭയങ്കര ഫാൻസ് ആണ്, അഡിക്റ്റഡ് ആണ്. അപ്പൊ ഇതിൽ സർവൈവ് ചെയ്ത് കുട്ടികൾക്ക് സ്ട്രെസ് റിലീഫ് ചിലപ്പോ അനിമ കണ്ടാൽ മതിയാവും. പിന്നെ എന്തൊക്കെ അതായത് ഒരു സൊല്യൂഷൻ ആയിട്ട് സാറിന് എന്തൊക്കെ സജസ്റ്റ് ചെയ്യാം ആസ് എ ടീച്ചർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ സജസ്റ്റ് ചെയ്യാം? നല്ല കൂട്ടുകാരുണ്ടായിരിക്കുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യം. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, എന്റെ ഒരു കൺസെപ്റ്റ് പറയുവാണെങ്കിൽ, നമ്മൾക്കിപ്പോ വീക്കിലി ഞാൻ കണ്ടുവന്നിരുന്നതാണ്, വീക്കിലി നമ്മൾ ഫ്രണ്ട്സുമായിട്ടുള്ള മീറ്റപ്സ് ഉണ്ടല്ലോ, അത് വളരെ അടിപൊളിയാണ്. ഇപ്പൊ ചിലപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുള്ളവരാണെങ്കിലും അതല്ല സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാം ഈവനിങ് ഒരു 4:30-5 മണിയാകുമ്പോൾ ഒരു കളിക്കാൻ പോകണം എന്നും പറഞ്ഞിട്ട് പടത്തോട്ട് അല്ലെങ്കിൽ കണ്ടത്തിൽ പോയി കളിച്ചോണ്ടിരുന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയാണ്. പോയി ഫോണില്ല, ഇപ്പൊ മൊത്തം പിള്ളേരും ഫോണിലാണ്. അപ്പൊ ഒരു ഫ്രണ്ട്സുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോ തന്നെ നമ്മൾ പക്ക ഫീൽ ഗുഡ് ആവും. എന്റെ കൺസെപ്റ്റ് അന്താക്ഷരിയൊക്കെ കളിക്കായിരുന്നല്ലേ, പാട്ടൊക്കെ പാടി, അങ്ങനെ അതൊരു ഫോം ഓഫ് ഈ പറഞ്ഞ സ്ട്രെസ് ഒന്ന് അകറ്റാനുള്ള ഒരു മാർഗമാണ്. ഇപ്പൊ ഒരു സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് ഉറങ്ങി തീർത്ത് കഴിഞ്ഞാൽ അത് പോയി, അതൊരു ദിവസം പിന്നെയും പോയി. പക്ഷെ ഒരു ഈവനിങ് ടൈമിൽ അതുവരെയുള്ള ഫ്രണ്ട്സിനെല്ലാം കൂടെ ഒരു മീറ്റപ്പ് ചെയ്യുക, സംസാരിക്കുക കുറച്ചേരോട്. ഇപ്പം എന്റെ കാര്യം പറഞ്ഞാൽ എനിക്കിപ്പം പറ്റാത്ത, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം എനിക്കിപ്പോൾ ടൈം കിട്ടുന്നേ ഇല്ല. പക്ഷെ അതെനിക്കൊരു വലിയ ഹീലിംഗ് ആയിരുന്നു. കാരണം അവരോടൊരു കുറച്ചൊരു 1 മണിക്കൂർ ഇരുന്നാൽ മതി, ഞാൻ ഓക്കെയാ.
പക്ഷെ അതൊരു ഭയങ്കര എനിക്കതും ഈ ട്രാവലിംഗ് ഈ രണ്ടുമാണ് എന്റെ കൺസെപ്റ്റിൽ എനിക്കിഷ്ടം സ്ട്രെസ് മാറാനായിട്ട്. സാർ ഈ സ്ട്രെസ് ഒരു എന്താ പറയാ ഇതേപോലെ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാര്യം ഈ ആങ്സൈറ്റി എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഉത്കണ്ഠ ഫ്യൂച്ചർ എന്താവും എന്നുള്ള ഒരു ഇത്. സാർ ഒരു ഓവർ തിങ്കർ ആണോ? ഓവർ തിങ്കർ ആണെന്ന് വെച്ചാലല്ല, പക്ഷെ ഞാൻ എപ്പോഴും ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കും എന്തെങ്കിലും ഒക്കെ ആകണം, ഇങ്ങനെ ചെയ്യണം എന്നുണ്ട്. അതെ, പക്ഷെ ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു ഓവർ തിങ്കർ ആയിട്ടാണ്. ഞാനത് റെക്കഗ്നൈസ് ചെയ്തു അല്ലെ റിയലൈസ് ചെയ്തു, എന്നാലും ഓവർ തിങ്കിങ് ആണ്. ഇപ്പൊ ഇത് ഒരു സർട്ടൻ എക്സ്റ്റെന്റ് കഴിഞ്ഞാൽ അത് നമ്മളെ വളരെയധികം ബാധിക്കും. ഇപ്പൊ സ്ട്രെസ് പോലെ നേരത്തെ പറഞ്ഞ പോലെ ആ ഇൻസിഡന്റ് കഴിഞ്ഞ് തന്നെ മാറുന്ന ഒരു കാര്യമല്ല. ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ഒരു തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യണം. അത് ചിലപ്പോൾ ഫാമിലി അതിന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇപ്പൊ മാറി മാറി പറഞ്ഞ വലിയൊരു കാര്യമാണ്. ഫാമിലി കുട്ടികൾ പറയുമ്പോൾ ഫാമിലി നല്ല രീതിയിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. അതെ, അതായത് പണ്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ മാറുന്നുണ്ട്. ഇപ്പൊ ഒരു നമ്മൾ ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഈ പറഞ്ഞ സൈക്കോളജിസ്റ്റുകള് സൈക്യാട്രിസ്റ്റുകളുടെ അവരുടെയൊക്കെ അടുത്ത് പോവുക, ഒരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുക, അങ്ങനെ ചെയ്ത് മാറാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. പണ്ടത്തിൽ നിന്ന് ആളുകളുടെ ആ ഒരു ചിന്താഗതി മാറുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കും അതിലേക്കൊക്കെ ഒരു ഇത് വേണം. അതെ, അപ്പൊ നമുക്ക് ഈ സെഷൻ അതോടുകൂടി നിർത്തിയേക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഇത്രേ പറയാനുള്ളായിരുന്നു. അപ്പൊ ഇത് നമ്മൾ കൂടുതലും എയിം ചെയ്യുന്നത് പേരൻസിനെയാണ്. പേരൻസിൽ കുട്ടികളുടെ ഈ ഒരു സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും അവരെ കുറച്ചുകൂടെ കൺസിഡർ ചെയ്യണം. അല്ലാതെ അവരെ ആ സമയത്ത് പോയി കമ്പയർ ചെയ്ത് നീ എന്താ ഇങ്ങനെ അവരെന്താ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാതിരിക്കുക. പിന്നെ സ്ട്രെസ് വരുമ്പോൾ ഒരു കാര്യത്തിൽ തന്നെ ക്ലിങ് ചെയ്ത് കിടക്കാതിരിക്കുക. നമ്മൾ അതിന് ഓവർകം ചെയ്യണം അല്ലെ. ഇതെല്ലാം ചാലഞ്ചസ് ആണ് ലൈഫിൽ. അപ്പൊ ഇതെല്ലാം നമ്മൾ കറേജിയസ് ആയിട്ട് നമ്മൾ അതിനെല്ലാം ഫേസ് ചെയ്യണം അല്ലെ. ഓക്കെ, സോ താങ്ക് യു.